ചില സഭാധ്യക്ഷന്മാർ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഓശാന പാടുന്നവരായി മാറിയെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ്. സ്വന്തം രാഷ്ട്രീയത്തിനായി അവർ സഭയെ ഉപയോഗിക്കുകയാണ്. പണം ഉപയോഗിക്കുന്നത് നേരായ മാർഗത്തിലാണെങ്കിൽ FCRAയെ ഭയക്കേണ്ടത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. വർഗീയ ധ്രുവീകരണവും വോട്ട് വിൽപ്പനയും നടന്നിട്ടുണ്ടെന്നും എറണാകുളത്തെ 6 മണ്ഡലങ്ങളിൽ NDA വിജയിക്കുമെന്നും സാബു എം ജേക്കബ് ജനം TVയോട് പ്രതികരിച്ചു. ഈ വാർത്തയോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്തേ. വലിയ പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പൂർത്തിയായപ്പോൾ അതിൻ്റെ കണക്കുകൂട്ടലുകളാണ് പലരും പല രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സാബു എം ജേക്കബാണ്, 2020 പാർട്ടി പ്രസിഡന്റ്. കുന്നത്തുനാട്ടിലടക്കം NDAക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമുള്ള വലിയ രീതിയിൽ സ്വാധീനമുള്ള ഇടങ്ങളെല്ലാം വലിയ പോളിംഗ് ആണ്. കേരളത്തിലൊട്ടാകെ വലിയ പോളിംഗ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? ഇതോടൊപ്പം തന്നെ ചില വിലയിരുത്തലിലേക്ക് കഴിഞ്ഞു കാണുമല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒന്നല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF. LDFനെ പരീക്ഷിക്കും, അതിനുശേഷം UDFനെ പരീക്ഷിക്കും. അപ്പോൾ ഗതികേട് കൊണ്ട് മാറി മാറി ഓരോരുത്തരെയും പരീക്ഷിച്ചവരാണ് മലയാളികൾ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ 2020യും BJPയും എല്ലാം ചേർന്ന് ഒരു NDA മുന്നണി വളരെ ശക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആളുകൾക്ക് ഒരു ഹോപ്പ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, എറണാകുളം ജില്ലയിൽ 2020 മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ കുന്നത്തുനാട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഇവിടെ വന്നിരിക്കുന്നു. അതിനെ വിജയിപ്പിക്കണം, കേരളം രക്ഷപ്പെടണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ കുന്നത്തുനാട്ടിലെ കഴിഞ്ഞ 2021 കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJPയും 2020യും രണ്ട് സ്ഥാനാർത്ഥിക്കും കൂടി ലഭിക്കുന്നത് 50,000 വോട്ടുകൾ അധികമുണ്ട്. വിജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് 52,000ആണ്. കുന്നത്താട്ടിലടക്കം അടിത്തറ ഇളകാൻ പോകുന്നത് ആരുടെ ആയിരിക്കും എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയം ഇവിടെ കുന്നത്തുനാട്ടിൽ 2020 നേടുമെന്നുള്ളതാണത്. ഇനി തിരിച്ച് ഏതെങ്കിലും രീതിയിലൊരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഈ LDF അവസാന നിമിഷത്തിൽ വോട്ട് വിറ്റതായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ LDFൻ്റെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ വളരെയധികം കുറയും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ വളരെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി 2020 കുന്നത്തുനാട്ടിൽ വിജയം വരിക്കും. ഇപ്പോൾ പാലക്കാടാകട്ടെ മഞ്ചേശ്വരമാകട്ടെ അത്തരം ഇടങ്ങളിൽ BJP വിജയിക്കുമെന്ന് ഉറപ്പുമുള്ള NDA വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ ഒരു മതധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് സൗത്തിലടക്കം ഈ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണോ ഒരു വിലയിരുത്തൽ? LDF ജയിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ UDF ജയിച്ചാലും കുഴപ്പമില്ല, ഒരു കാരണവശാലും NDA വിജയിക്കരുത് എന്ന് വിചാരിച്ചാണ് ഈ രണ്ട് കൂട്ടരും വർഷങ്ങളായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അവർ തീരുമാനിച്ചൊരു കാര്യം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് NDA വിജയം വരിക്കും അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വോട്ട് കച്ചവടങ്ങൾ, അതാണ് അവർ വളരെ തന്ത്രപരമായിട്ട് അതിനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എറണാകുളം ജില്ലയിലും അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനുമായിട്ടുള്ളൊരു അവകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ തന്നെ NDA 6 സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു വിഷയം, ഇപ്പോൾ ഈ സഭാ തർക്കം, പള്ളി തർക്കമെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ ഭാഗമായിരുന്നു അങ്ങ്. ഇപ്പോൾ ഒരു ദീപിക പത്രത്തിലടക്കം ഇന്നത്തെ ഒരു ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ദേശീയ തലത്തിലുള്ള ചില വിഷയങ്ങളുമായും എല്ലാം ബന്ധപ്പെട്ട്. എങ്ങനെയാണ് കേരളത്തിലെ സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് വിലയിരുത്തുന്നത്? എന്തുകൊണ്ട് ഇതുവരെ തീർന്നില്ല എന്നുള്ളതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒന്ന്, ഇവിടുത്തെ ഇരുമുന്നണികളും LDFും UDFും ഒരിക്കലും ഇത് തീരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണത്. അതിനേക്കാൾ ഉപരി സഭയിൽ തന്നെയുള്ള ചില മേലധ്യക്ഷന്മാർ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർ ചില രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന്
കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസ്സിനും ഒശാന പാടുന്ന ആളുകളായി മാറി എന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെയാണ് അത് പരിഹരിക്കപ്പെടാതെ പോയത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്നത് വിശ്വാസികളാണത്. 99.9% വരുന്ന വിശ്വാസികൾ ഇത് തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണത്. പക്ഷേ ഈ ബാക്കി വരുന്ന 0.01% എന്ന് പറയുന്നതിന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില മേലധ്യക്ഷന്മാർ, എല്ലാവരും എന്നെല്ലാം പറയുന്നത്, അതുപോലെ തന്നെ ഈ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ, അവർ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരും തീവ്ര കോൺഗ്രസ്സുകാരുമാണത്. അത് ഒരിക്കലും ഇത് പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സഭയെ ഉപയോഗിച്ച ആളുകളാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇവരിങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ നിലപാടുകളും എടുക്കുന്നത്. അത് ആ വ്യക്തികളുടെ അഭിപ്രായമാണ്. അതിനനുസരിച്ച് ഇവിടുത്തെ വിശ്വാസികൾ മാറും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. സമാനമായിട്ടുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണല്ലേ ഇതുമായി ബന്ധപ്പെട്ട്? വോട്ടിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ സഭാതർക്കം പരിഹരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. കാരണം അത് സഭയിലെ വിശ്വാസികളുടെ ഒരു പ്രശ്നമാണത്. ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ടത്. ഒരുപാട് പേര് പോലീസ് കേസുകളുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് തീർക്കേണ്ടത്, അതായത് 114 വർഷമായിട്ടുള്ള പ്രശ്നം തീർക്കേണ്ടത് ഇവിടുത്തെ ഓരോ ക്രിസ്ത്യൻ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഞാൻ NDAയിൽ ചേർന്നു, പ്രധാനമന്ത്രി ഇടപെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ശ്രമം മാത്രമല്ല 6 മാസത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് 100% പ്രതീക്ഷയുണ്ട്. അതനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വോട്ട് നേടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇറങ്ങി പറഞ്ഞ ഒരു കാര്യമല്ല അത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന FCRA നിയമം അതിനുശേഷം തന്നെ അത് പിൻവലിക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു തിരിച്ചടിയായോ എത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്? ഈ FCRA എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു സഭയെ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. നിയമങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് പോകുന്നവർക്ക് ഏത് നിയമങ്ങളെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇതിപ്പോൾ ഈ ഇലക്ഷൻ വന്നു, FCRAയിൽ ചില അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റ് വരാൻ കാരണം ഈ FCRAയുടെ പിന്നിൽ അത് പണം വിദേശത്ത് നിന്ന് വന്നിട്ട് ചില ആളുകൾ, ചില വിഭാഗങ്ങൾ അത് ദുർവിനിയോഗം ചെയ്തു. ദേശീയ സുരക്ഷയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു, അതിനുപയോഗിച്ചു. അതുപോലെ തന്നെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ കടമയാണത്. ആ രാജ്യം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണത്. ചില ആളുകൾ, ചില മേലധ്യക്ഷന്മാർ അത് ശരിയായില്ല, എന്തിനവർ ഭയപ്പെടുന്നു? ഈ പറയുന്ന FCRA അനുസരിച്ച് ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ടത്. ആ പർപ്പസിന് തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അത് വകമാറ്റി വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് അത് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിലെമ്പാടും വിദേശ ഫണ്ടുകൾ നിയന്ത്രിക്കണ നിയമങ്ങളുണ്ടത്. അപ്പോൾ അതിന് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില ആശങ്കകൾ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ NDAയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടും ആ ബില്ല് ചർച്ച ചെയ്യുന്നത് മാറ്റിവെച്ചത്. എന്തായാലും അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും ചില ശ്രമങ്ങൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ സഭാ നേതൃത്വമായ വിഷയങ്ങളിലും ചില നിർണായകമായ പ്രസ്താവന ഉണ്ടാകുന്നു. ചില സഭാ മേലധ്യക്ഷന്മാരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 2020 6-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ എറണാകുളത്ത് വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സുശോഭിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.